പെൺകുട്ടി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ കാര്യം തന്നെ ഒരു ജുംക്ക ഇട്ട് സാരിയൊക്കെ എടുത്ത് അല്ലെ, മലയാളി പെൺകുട്ടി. ശരിക്കും സത്യം പറഞ്ഞാൽ ഇതൊന്നും മലയാളത്തിന്റെ കൾച്ചറിൽ നിന്ന് വന്നതല്ല എന്നുള്ളതൊരു ഹിഡൻ ഫാക്റ്റ് ആണ്. അതിലേക്ക് നമുക്ക് പോകണ്ട. എന്തായാലും ജുംക്ക ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എൻ്റെ കണ്ണുടക്കിയത് ജുംക്കയിലേക്കാണ്. പാലക്കൊക്കെ വെച്ചിട്ട്, പാലക്ക സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് ഇത്രയധികം വെറൈറ്റീസ് കാശിലുള്ള അധികം ഒന്നും പറഞ്ഞു പൊലിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. അപ്പം മാം നമുക്ക് പരിചയപ്പെടുത്താം അല്ലേ? ഓക്കെ, ഡെഫിനറ്റ് ആയിട്ട്. അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ്. അതെ, ഇത് നാഗപടമാണ്. നാഗപടം റെഡ് കളറിൽ ചെയ്തേക്കുന്നതാണ്. നാഗപടം റെഡിൻ്റെ കോമ്പിനേഷൻ വരുന്നത് വൈറ്റ് ആയിരിക്കും സ്റ്റോൺസ്, എഡി സ്റ്റോൺ വരുന്നത്. ഇതെന്ന് പറയുന്നത് പാലക്ക സ്റ്റോൺസ് തന്നെയാണ്. പാലക്ക, നാഗപടം, മാംഗോ ഇതൊക്കെ പറയുന്നത് പാലക്ക തന്നെയാണ് അതിൻ്റെ സ്റ്റോൺ വരുന്നത്. അതിൽ നമ്മൾ കോമ്പിനേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് റെഡിന് വൈറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ബ്ലൂവിനും നമ്മൾ വൈറ്റ് തന്നെയായിരിക്കും കൊടുക്കുക, അതിൻ്റെ കോമ്പിനേഷൻ കൊടുക്കുക. പിന്നെ വരുന്നത് ഗ്രീനാണ്. ഗ്രീനിൽ വരുമ്പോൾ നമ്മൾ ഒരു മജന്ത ഷെയ്ഡ് ഉണ്ട്, മജന്ത ഷെയ്ഡായിരിക്കും അതിന് ട്രഡീഷണലായിട്ട് അത് തന്നെയാണ് അതിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. അപ്പം ഇതിൽ ഇപ്പോൾ പാലക്കയുണ്ട്, നാഗപടം ഉണ്ട്, ഇത് നാഗപടമാണ്, ഇത് മാംഗോ ഉണ്ട്. ഇതിലെല്ലാം ഏതിലാണെങ്കിലും നമുക്ക് റെഡ് സ്റ്റോണിലും ബ്ലൂവിലും ഗ്രീനാണ് ശരിക്കും കൂടുതലും പോകുന്നത്. നന്നായി പാലക്ക എന്ന് പറയുമ്പോൾ ഗ്രീനാണ്. ബട്ട് ബ്ലൂ വെറൈറ്റി ആയിട്ട് ഇപ്പം ഒരു ഫിലിം ഫീൽഡ് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഇത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് വേണം പറയാം. അത്ര ബ്രൈറ്റ് ആയിട്ട് നല്ല എന്താ പറയുക, അട്രാക്റ്റീവ് ആയിട്ട്. പാലക്കയില് ഷെയ്ഡ്സ് ഒരുപാട് ഉണ്ട് എന്ന് അറിയാം, പക്ഷെ ഒരു കുടക്കയിൽ ഇത്രയും ഡിഫറെന്റ് വെറൈറ്റീസും ഡിഫറെന്റ് കളറുമായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പിന്നെ ജുംക്ക എന്ന് പറയുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് വരുന്നത് ഒരു ഗോൾഡൻ ജുംക്ക അല്ലെങ്കിൽ കുറെ മണിയുള്ള ജുംക്ക, അത്രയൊക്കെ ഓപ്ഷൻസേ നമ്മുടെ മനസ്സിലേക്ക് വരത്തുള്ളൂ. പക്ഷേ ഇതുണ്ടോ, പാലക്ക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സാധനമാണ് പാലക്കയുടെ ജുംക്ക അല്ലെങ്കിൽ പാലക്കയുടെ മാല. പക്ഷേ ഇതിൻ്റെ കുട കണ്ടോ, വെറൈറ്റി ആയിട്ട് നല്ല വിരിവുള്ള കുടയാണ്, കുറച്ച് വലുതാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ട്രഡീഷനും അതുപോലെ തന്നെ മോഡേണിസവും എങ്ങനെ കമ്പൈൻ ചെയ്ത് എത്രത്തോളം നല്ല വെറൈറ്റീസ് കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ, പാലക്കയിൽ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സിർക്കോൺ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. പാലക്കയുടെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാം സിമിലർ ഷേപ്പ് ഒന്നും അല്ല. പാലക്ക സ്റ്റോൺസ് തന്നെ ലീഫായിട്ടും നാഗപടമായിട്ടും അല്ലെങ്കിൽ എല്ലാ രീതിയിലും കളർ വൈസ് ആണെങ്കിലും ഷേപ്പ് വൈസ് ആണെങ്കിലും ജുംക്കയുടെ കൊടയുടെ സൈസ് വൈസ് ആണെങ്കിലും എല്ലാത്തിലും വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട്. മാം നമുക്ക് ചെട്ടിനാട് കളക്ഷനിൽ ഉണ്ട്. ഇതിപ്പോൾ ഒരു ചെട്ടിനാട് കളക്ഷനാണ് വരുന്നത്. ഇതിൽ കണ്ടില്ലേ, ആ ഒരു നഗാഷി വർക്കാണ് വരുന്നത്. അതിൽ തന്നെ റൂബി എമറാൾഡ് കളർ ബീഡ്സ് ഹാങ്ങിങ്ങും വരുന്നു, പ്ലസ് റൂബി കളർ സ്റ്റോൺസും അതിൽ വരുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെ ചെട്ടിനാട് കളക്ഷനിൽ വരുന്നതാണ്. ഈ നഗാഷി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ടെമ്പിൾ വാളിലൊക്കെ കാണുന്ന പോലത്തെ കൊത്തുപണികളാണ് അല്ലെ? ആ ഒരു നമ്മൾ ടെമ്പിൾ വാളിലൊക്കെ കണ്ടിട്ടുണ്ട് ഫ്ലോറിലും അതുപോലെ പകുതി ആയിട്ടുള്ള ദേവികളുടെ ഒക്കെ പകുതി രൂപം തീർത്ത് വെച്ചിരിക്കുന്ന അതുപോലത്തെ ഒക്കെ വർക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിനെ ഓർമ്മപ്പെടുത്തുന്ന അതിനോട് സിമിലർ ആയിട്ടുള്ള വർക്കാണ് ഇതിലൊക്കെ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ചെട്ടിനാട് കളക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ്, ഭയങ്കര തീ മഞ്ഞ അല്ലെങ്കിൽ ഭയങ്കര യെല്ലോയിഷ് ആയിട്ടുള്ള കളറൊന്നും അല്ല. ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സും, അതിപ്പോൾ മോഡേൺ ഡ്രസ്സ് ആണെങ്കിൽ മോഡേൺ സാരി, ഇപ്പോൾ ഒരു പ്ലെയിൻ ബ്ലാക്ക് സാരി ആണെങ്കിൽ പോലും അതിൻ്റെ കൂടെ വരെ നമുക്ക് എങ്ങനെ കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളത് ഒരു ചെട്ടിനാട് കളക്ഷനിലുള്ള എന്തെങ്കിലും ഇട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. വെറൈറ്റി ആയിട്ടുള്ള ജുംകാസിന് എവിടെ പോകണം അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് എവിടെ നിന്ന് കണ്ടുപിടിക്കും എന്നുള്ള കൺഫ്യൂഷൻ്റെ ഒരാവശ്യവും ഇനി വേണ്ട. അതിനുള്ള സൊല്യൂഷൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തന്നു. അപ്പോൾ മാം താങ്ക് യു സോ മച്ച്. ഒരുപാട് എനിക്ക് വയ്യ, ഞാൻ ഇവിടെ എന്തെങ്കിലും വാങ്ങിയിട്ടേ പോകുള്ളൂ. മാം ഡിസ്കൗണ്ട് തരണം കേട്ടോ, ഞങ്ങളുടെ പ്രേക്ഷകർക്കും ഡിസ്കൗണ്ട് വേണം. അപ്പൊ എന്തായാലും ഒരുപാട് കളക്ഷൻസ് കണ്ടു. നിങ്ങൾ സ്ഥലം മറക്കരുത്, നമ്മുടെ സ്വന്തം പറക്കാട്ട് ജ്വല്ലറിയിൽ നിന്നിട്ടാണ് ഞാൻ ഈ വാചക കസരത്തൊക്കെ നടത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള 1-2 ഡിസൈൻസ് ഒക്കെ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പൊ ഓടിപ്പോരെ, വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ഒന്നും ആരും കൊണ്ടുപോകാതെ നോക്കണ്ടേ മക്കളെ. അപ്പോൾ ബൈ, ഹാവ് എ നൈസ് ഡേ.